വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നൊരു 2-3 ദിവസത്തെയൊക്കെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരൊറ്റ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് പോണത് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നെസ്റ്റോലിക്ക് പോവാണ്. കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കല്ല, അമ്മയ്ക്കാണ് മേടിക്കുന്നത്. അതിൻ്റെ കൂടെ ഞങ്ങൾക്കും കൂടി ആഡ് ചെയ്തിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അമ്മ മെയിനായിട്ട് ഇങ്ങോട്ട് വരണത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഷോപ്പിംഗ് കൂടി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ 99 ഒരു ഓഫർ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതും ഒന്ന് നോക്കാമല്ലോ. ഞങ്ങൾ പോയി കുറേ സാധനങ്ങൾ മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, ഓഫർ ഉണ്ട്, നോക്കി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്നും കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ വിജയം വരുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ വന്നു. ഇതേ മെയിനായിട്ട് കുറച്ച് സാധനങ്ങൾ നോക്കി മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സമാധാനമായിട്ട് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ ആ ഒരു ഫ്ലോറിലേക്ക് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ ശിവുവിന് എന്താ പറയുക, കുട്ടി ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഇതായി. ഇനി വാവ വരുമ്പോൾ വാവയ്ക്ക് കൊടുക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. അപ്പോൾ അമ്മയ്ക്കുള്ളത് നോക്കി, പക്ഷേ സൈസ് അനുസരിച്ചിട്ടുള്ളതൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ അവിടെ ചെയിനുകൾ നോക്കി. അപ്പോൾ അതെനിക്ക് എന്താ പറയുക, 99 കൊടുത്തിട്ടുള്ള ചെയിനുകളൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുള്ള ചെയിൻസിലൊക്കെ നല്ല അടിപൊളി കളക്ഷനൊക്കെ ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ചെയിനുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്തു കേട്ടോ. പിന്നെ അതേ നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ടൈം അത്യാവശ്യമായിട്ടുണ്ടാകും. ഞങ്ങൾ മന്തി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെപ്പോഴും കയറുന്നൊരു ഷോപ്പാണ്, അറേബ്യൻ ട്രീറ്റ് ആണ്. അപ്പോൾ അവിടെ കയറി നമ്മൾ മന്തി ഓർഡർ ചെയ്തു. വിജി അങ്ങനെ കഴിച്ചിട്ടില്ല, അങ്ങനെ മന്തി അങ്ങനെ കഴിച്ചിട്ടില്ല. ഒരു വട്ടം കൂടെ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി കയറി. ശിവന് മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നമുക്കെന്നും മേടിച്ച് കൊടുക്കാൻ പറ്റിയൊരു സാധനം കൂടിയല്ല. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്കും. അപ്പോൾ നമ്മളിത് പിറ്റേന്ന് നമ്മൾ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയില്ലെന്ന് വെച്ചാൽ നല്ല മഴ നല്ല മഴ, നല്ല തണവാണ്. അപ്പോൾ വിജി ശിവുവിന് ഇഡ്ഡലി വാരി കൊടുക്കണം കേട്ടോ. അങ്ങനെ എന്താ വെച്ചാൽ എത്ര ഒരു 11 മണി ആയാലും നല്ല തണവ് കാരണം കൊണ്ട് പുറത്തിറങ്ങാൻ തോന്നാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളിത് ഉള്ളിലൊക്കെ ഇന്നിങ്ങനെ ഇരുന്ന് സംസാരിച്ച് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ച് പുറത്തേക്കൊന്ന് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് പോയിട്ട് അമ്മയ്ക്ക് നെക്സ്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നമ്മുടെ കൈപ്പറമ്പിലുള്ള പാതകം എന്ന് പറഞ്ഞ ഷോപ്പിൽ കയറി അമ്മയ്ക്ക് ഡ്രസ്സ് എടുത്ത് പിന്നെ ശിവുവിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടോയ് അത് മേടിച്ചു, പൂച്ചക്കുട്ടി. പിന്നെ ശിവുവിന് ഒരു ഫ്രോക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അമ്മ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വിജി കുറച്ച് ക്ലിപ്പുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഉണ്ടോയെന്ന് നോക്കാൻ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആ ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ പോലും വേറെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടെ ഈ ശിവു ഉണ്ടല്ലോ, അത് കാരണം കൊണ്ട് പിന്നെ ഷോപ്പിംഗ് മോളിലൊന്നും പോകാനേ പറ്റാത്തൊരവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൈസ മൊത്തം ചിലവാക്കിച്ചിട്ട് കുട്ടിങ്ങൾ വീട്ടിലേക്ക് വരുന്ന ഒരവസ്ഥയാണ്. പിന്നെ നമ്മളങ്ങനെ തന്നെയാണല്ലോ, ഷോപ്പിംഗ് മോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രാന്താണ്. അപ്പോൾ നമ്മളിത് ശിവന് ക്ലിപ്പുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള ക്ലിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സെലക്ട് ചെയ്തിട്ട് നമ്മളതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഈ പച്ചക്കറി കടയിൽ ഇറങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് മൊത്തം ഇറങ്ങാൻ മടി. അപ്പോൾ അമ്മയും കുട്ടും കൂടിയിട്ടാണ് പച്ചക്കറി കടയിൽ ഇറങ്ങിയത്. അപ്പോൾ അമ്മ എപ്പോഴും ഇറങ്ങുകയാണെങ്കിലും കുട്ടു കൂടെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങും കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ ഇറങ്ങി. ഇതേ ഒരു ചെയിനാണ് കേട്ടോ ഞാൻ എടുത്തത്. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ലൈറ്റ് വെയിറ്റ് ഉണ്ട്, നല്ല സുഖമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഇഷ്ടമായിട്ടാ. അങ്ങനെ എനിക്ക് ഭംഗിയുണ്ടോ ഇല്ല എന്നുള്ളതല്ല, ചെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഗൈസ് നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതേ പിറ്റേന്നത് ശിവുവിന് ശിവു എണീറ്റു. അപ്പോൾ പിന്നെ കുട്ടിക്ക് എഴുതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 എന്നിങ്ങനെ എഴുതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എഴുതാൻ വേണം, അതിൻ്റെ കൂടെ പറയാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു ദേഷ്യം വരുന്നുണ്ട് കേട്ടമ്മേ, കുറേ നേരമായി 2 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം സ്കൂളിൽ എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വീട്ടിൽ വന്നാലും നമ്മൾ എഴുതിപ്പിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ എഴുതിപ്പിക്കുമ്പോൾ ദേഷ്യം വരാമെന്ന് പറയുക. അപ്പോൾ ഒന്നൊന്ന് മാമ പഠിപ്പിച്ചാൽ ഞാൻ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തിയതാണ്. പിന്നെ നമ്മളിതേ സന്ധ്യയായപ്പോൾ ചക്ക ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചക്ക മുറിച്ചിട്ട് നമ്മളൊരു ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. വിജിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കപ്പേരിയും കട്ടൻ ചായയും. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എനിക്ക് എരിവുണ്ടെങ്കിൽ പോലും ഞാൻ കട്ടൻ ചായ ചെറിയ നേരിയ ചൂടുവെള്ളിൽ ഞാൻ കുടിക്കും. അങ്ങനെ നമ്മളിതേ ചക്ക വെട്ടി ഉപ്പേരിയാക്കി കഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ ചക്കപ്പേരി വെക്കുമ്പോൾ നല്ല ചൂട് ചായ കുടിക്കുമ്പോൾ പുറത്തൊരു മഴയും കൂടി ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. അപ്പോൾ നല്ലൊരു
കാലാവസ്ഥ. ഞാൻ പറഞ്ഞ പോലത്തെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. പുറത്ത് നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇരിക്കാൻ പോവാണ്. അപ്പോൾ പൂച്ച ഇങ്ങനെ പുറത്ത് മ്യാവ് മ്യാവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കട്ടൻ ചായക്കുള്ള വെള്ളം തിളച്ചു, ഇതേ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുട്ടു വീട്ടിലുണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു. അപ്പോൾ അതേ വന്ന് അവനും അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പേരി. അപ്പോൾ അത് അവൻ കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് ബിസ്ക്കറ്റും അത് ഇത് ആ വക ഐറ്റംസൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ നമ്മളിത് വീണ്ടും പുറത്തേക്ക്. അപ്പോൾ ഇപ്പോൾ പോയത് ശോഭയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബസ് കണ്ടു കഴിഞ്ഞാൽ അറിയാലോ നമ്മൾ എവിടെയാണ്, ശോഭയിലാണ്. അപ്പോൾ അതിൽ വിജിയും ശിവും കൂടി കയറി നമ്മൾ പിന്നെ വെറുതെ ഒന്ന് കറങ്ങി ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ, അതൊക്കെ അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്നർ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശോഭയിൽ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെയൊക്കെ കയറി, അത് കഴിഞ്ഞ് നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അയ്യന്തോളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അങ്ങനെ നമ്മളതൊക്കെ അവിടെ നിന്ന് കഴിച്ച് അച്ഛന് കുറച്ച് പാഴ്സലൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ നമ്മളിതേ പിറ്റേന്ന് വീട്ടിലേക്ക് വന്നു കേട്ടോ. നമ്മൾ സ്ഥലം വരെ പോവാണ്. നമ്മൾ കുട്ടൂൻ്റെ മാമൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോവാണ്. കുട്ടൂൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? നൈസ്ന്ന് ഞാൻ ശിവനിറക്ക്. അപ്പോൾ അതേ മഴ കാരണം മഴയായിരുന്നു. അപ്പോൾ അതേ വെയിലൊക്കെ ചെറുതായിട്ട് ഉദിച്ച് വരുന്നുണ്ട്. അപ്പോൾ പൂച്ചകൾക്ക് ഫുഡ് കൊടുക്കണം. കരയണ സൗണ്ടൊക്കെ ഉണ്ട്. ശിവൻ്റെ ഉള്ളിൽ നോക്കുന്നുണ്ട്. ശിവനിറക്കിയ എൻ്റെ ബാഗും സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ അതേ വീട്ടിലെത്തി കഴിഞ്ഞാൽ വൃത്തിയാക്കാൻ ഇപ്പോൾ നിൽക്കാൻ നേരമില്ല. അപ്പോൾ ഇനി എന്തായാലും പൂച്ചയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് പോവാണ്. ഇറങ്ങി വായോ. ഇനി മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ ശിവുവിന് ക്ലാസ് ഇല്ല, ലീവായിരുന്നു. ഇങ്ങോട്ട് വാ. കിളിക്കൂട് നാശായിന്നാ? ഏത് കിളിക്കൂട്? കിളികൾ താമസിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കിന്ന് വീടിനകത്തേക്ക് കയറാം. അയ്യോ, നാളെ ഇനി ശിവന് വേണ്ട ക്ലാസ് ഉണ്ട്. വാ തുറക്ക്, നിൻ്റെ സൈഡിലെ ചാവി എടുത്ത് വാ മോനെ. അപ്പോൾ നമ്മുടെ കൂടെ ചേട്ടനും അമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കൂടിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് എന്തായാലും അടുത്തൊരു വ്ളോഗായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.